നമസ്കാരം. താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ മരണത്തിൽ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികളെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റേതാണ് തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ബോർഡിന്റെ നടപടി. രാവിലെ 11ഓടെയാണ് ഇവരെ രക്ഷിതാക്കൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയത്. രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കും. കേസിൽ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരുന്നു. ഷഹബാസിനെ നഞ്ചക്കുപയോഗിച്ച് വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പിനിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വ്യാഴാഴ്ച വൈകുന്നേരം താമരശ്ശേരി ടൗണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു. MJ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ കൂകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇതിന് പകരം വീട്ടാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് ഇരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടേതായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ ഗൂഢാലോചനയും ആസൂത്രണവും വ്യക്തമാണ്. താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിന് ശേഷം ഷഹബാസ് കൂട്ടുകാരനൊപ്പം സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ കുട്ടി അവശനായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഷഹബാസിന് ബോധമുണ്ടായിരുന്നില്ലെന്ന് ആശുപത്രിയിൽ എത്തിച്ച മുഹമ്മദ് സ്വാലിഹ് പറഞ്ഞു. സംഘർഷത്തിന് ശേഷം കൂടെയുണ്ടായിരുന്ന കുട്ടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത്. കുട്ടികൾക്കിടയിൽ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്വാലിഹ് കൂട്ടിച്ചേർത്തു. അതേസമയം വിദ്യാർത്ഥി സംഘർഷം അധ്യാപകർ ഇടപെട്ട് അവസാനിപ്പിച്ചിരുന്നുവെന്ന് ട്രിസ്റ്റ് ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ പറഞ്ഞു. പ്രശ്നം ഒഴിവാക്കാൻ ഇതിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ അധ്യാപകർ തന്നെ കാറിൽ അവരുടെ വീട്ടിലെത്തിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികളോട് ഇനി ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും നൽകി. സംഘർഷത്തിൽ ഏർപ്പെട്ടവരിൽ വിരൽ എണ്ണാവുന്നവർ മാത്രമാണ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളെന്നും പ്രിൻസിപ്പൽ അരുൺ സത്യൻ പ്രതികരിച്ചു. ഷഹബാസ് പ്രശ്നക്കാരനായ ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ലെന്ന് എളൈറ്റി വട്ടോളി MJHSS പ്രധാന അധ്യാപിക മിനി ജെയും പ്രതികരിച്ചു. ഇന്നലെ രാത്രി 12:30ഓടെയാണ് മുഹമ്മദ് ഷഹബാസ് മരിക്കുന്നത്. സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റും പുറത്തായി. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, കേസൊന്നും ഉണ്ടാകില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്ന ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റാണ് പുറത്തു വന്നത്. ആക്രമണത്തിന് ശേഷം ഷഹബാസിന്റെ ഫോണിലേക്ക് വിദ്യാർത്ഥികൾ ഒരാൾ അയച്ച ഫോൺ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്.